നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം രാജ്മോഹൻ, ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം സന്ദർശനം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാർത്ത. അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം കൊണ്ട് പരാമർശിക്കാൻ നല്ലതാണെന്ന് തോന്നുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ആദ്യമായിട്ട് മുഴുവൻ ജാമ്യം കിട്ടുന്നത് മുരാരി ബാബുവിനാണ് എന്നാണ് ഇപ്പോഴത്തെ ഈ റിപ്പോർട്ടുകൾ. എനിക്ക് തോന്നുന്നത് ആദ്യം പോറ്റിക്ക് കിട്ടിയിരുന്നു, പക്ഷേ രണ്ടാമത്തെ കേസിൽ അടുത്ത കേസുണ്ട്. ഇയാൾക്ക് 2 കേസിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഗൗരവമേറിയൊരു വിഷയം തന്നെയാണ്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തത് അന്വേഷണം പൂർത്തിയാക്കാത്തത് കൊണ്ടാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, അവർ മറ്റൊരു കേസിൽ രജിസ്റ്റർ ഇഷ്ടംപോലെ മോഷണം നടന്നിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഇഷ്ടംപോലെ കേസിൽ എത്ര കേസുണ്ട് ഇവരൊക്കെ പേരുകൾ അല്ലേ? അവർക്കെതിരെ എത്ര വേണം കേസെടുക്കാം. അതായത് ഇവിടെ ഇത് വലിയൊരു അട്ടിമറി പോലും സംശയിക്കപ്പെടുന്നുണ്ട്. ഇനി പോറ്റി ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതുപോലെ ഇതേ വഴിയിലോട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവർ ജാമ്യത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയി പരാജയപ്പെട്ടു. സുപ്രീം കോടതി ഓടിച്ചു വിട്ടു എന്നുള്ളതാണ് അവിടെ. അല്ല, എനിക്ക് തോന്നുന്നത് ആരായിരുന്നു ആദ്യം പോയത്? ശങ്കരദാസാണ്. ശങ്കരദാസ് ജാമ്യത്തിനല്ല പോയത്, പരാമർശം ചെയ്യാൻ വേണ്ടി പോയി. കാരണം ബുദ്ധിപരമായൊരു നീക്കം നടത്തി. അത് ജാമ്യത്തിന് കിട്ടത്തില്ല എന്ന് തോന്നുന്നു. പരാമർശം നീക്കാൻ പോയിട്ട് അതിന്റെ പ്രിസണേഴ്സ് പിടിച്ച് നിങ്ങൾ ദൈവത്തെ പിടിച്ച് മോട്ടിച്ചില്ല. അതേസമയം പ്രോപ്പർ ജാമ്യം, അതായത് സെഷൻസ് കോടതി ജാമ്യം തള്ളുന്നു, പിന്നീട് ഹൈക്കോടതി തള്ളുന്നു, സുപ്രീം കോടതിയിലേക്ക് ജാമ്യത്തിന് പോയത് വാസുവാണ്. വാസു ചെന്ന് നിലം തൊടുന്നതിന് മുമ്പ് നിങ്ങൾ മോഷ്ടിച്ചോ, നിങ്ങൾ വിശ്വാസം മോഷ്ടിച്ചവനല്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരാൾ സുപ്രീം കോടതി വരെ പോയി ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടും അയാൾക്ക് ജാമ്യം കിട്ടാതെ വരുമ്പോൾ അയാൾ ശിഷ്ടകാലം ജയിലിൽ കിടക്കണം. ഉറപ്പാണത്. ഇയാളിന് ഒരു കോടതി പോയാലും ജാമ്യം കിട്ടില്ല. അപ്പം ബോധപൂർവം അയാൾക്ക് കുറ്റപത്രം സമർപ്പിച്ചില്ല. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് 10 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്നവർക്ക് 2 മാസത്തിനകവും, അതായത് 60 ദിവസത്തിനകവും, 10 വർഷത്തിൽ കൂടുതൽ തടവ് കിട്ടുന്ന കുറ്റകൃത്യം ചുമത്തിയവർക്ക് 90 ദിവസത്തിനകവും കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ്. അപ്പോൾ 90 ദിവസമായിട്ട് ഒരാളുടെ മേൽ കുറ്റപത്രം സമർപ്പിച്ച് പക്ഷേ UAP ചുമത്തിയിട്ടുണ്ടെങ്കിൽ ബാധകമല്ല. UAPക്ക് വേറെയാണ്. UAP ചുമത്തിയിട്ടുണ്ടെങ്കിൽ EDക്ക് വേറെ നിയമമാണ്. അതുകൊണ്ടാണ് UAP മറ്റേ മദനിയൊന്നും എത്ര കാലം ജയിലിൽ കിടക്കും. അല്ലെങ്കിൽ മറ്റേ നിങ്ങളുടെ സിദ്ദിഖാപ്പനൊക്കെ എത്ര കാലം ജയിലിൽ കിടക്കും. ഈവൻ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിലെ നേതാക്കന്മാർ ജയിലിലാണല്ലോ. അവരെവിടെയാണെന്ന് അറിയില്ലല്ലോ. വെളുപ്പാങ്കാലത്ത് പിടിച്ചോണ്ട് പോയവർക്ക് ഒരാൾക്കും കണ്ട് ജാമ്യം കിട്ടി. അപ്പം അടിസ്ഥാനപരമായി സാധാരണ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായാൽ അത് നിർബന്ധമാണ്. അപ്പോൾ പോലീസ് ഒന്നുകിലും 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണത്തിന് വാതിൽ തുറന്നു വരികയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് പുതിയ കേസുകൾ എടുക്കാൻ അവർക്ക് പറ്റും. ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇയാൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലെ തന്നെ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് ഈ മുരാരി ബാബു. ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആകപ്പാടെ കേസ് 2 എടുത്തിട്ടുള്ളൂ. 1 കട്ടിളപ്പടി, വാതിലപ്പടി അടിച്ചുകൊണ്ട് പോയി. 2 ദ്വാരപാല ശില്പങ്ങൾ. ഇനി ആ പരിസരത്തുള്ള സകല സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മാത്രമല്ല ഇവർ ജോലി നോക്കിയിരുന്ന അതത് ദേവസ്വങ്ങളിൽ വേറെയും പ്രധാനപ്പെട്ട മേജർ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന കക്ഷി, ഈ പറയുന്ന മുരാരി ബാബു ഇതിലെ ഏറ്റവും വലിയ കള്ളനായിരുന്നു. അദ്ദേഹം വരുന്ന പെരുന്നക്കാരനാണ്. അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ജാമ്യം കിട്ടിയാൽ സ്വാഭാവികമായും ആ ജാമ്യത്തിന് ചുവട് പിടിച്ച് പിന്നെ എല്ലാവരും പുറത്തിറങ്ങിയ അവർ കൈയും വീശി നടക്കും. അവർ ഈ കേസ് അട്ടിമറിക്കുക. അപ്പോൾ ഇവിടെയാണ് ED എങ്കിലും യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന ED കേസ് ചർച്ച ചെയ്തിരുന്നതാണ്. തോന്നൽ ഇയാൾ വെളിയിറങ്ങിയ ED ആളിന്, കാരണം EDക്ക് വകുപ്പുണ്ട്, EDയുടെ കേസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ EDയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിയെ കൈ കിട്ടുമ്പോൾ EDക്ക് എളുപ്പം എന്നാണെന്നറിയാമോ? ഇവര് ബാക്കിയെല്ലാവരും ജയിലിലാണല്ലോ. പുറത്തിറങ്ങുന്നതിന് പിടിച്ചാൽ മതി. അപ്പം എനിക്ക് തോന്നുന്നു, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു പ്രതിയെ പിടിക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ ആ ക്രോണോളജി അനുസരിച്ചാണ്. അങ്ങനെ ഉണ്ട് അതിൽ. എന്നാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു അന്വേഷണം എന്ന് പറയേണ്ടത്. ഇപ്പോൾ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരാളെ പിടിച്ചാൽ കാര്യമില്ല. ഉണ്ണികൃഷ്ണൻ പൊറ്റി മുതൽ ഇവർ ഈ അതായിരിക്കും പിടികിട്ടാത്ത SIT ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാണ് പിടിച്ചു. പിന്നെ എങ്ങനെയാണ് ഈ മുരാരി ബാബു പെട്ടെന്ന് അറിയില്ല. അത് ശരിയാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഒരുപാട് കേസുകൾ, ഇനി കുറച്ചുകൂടെ ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള 2 കേസേ ഉള്ളൂ. ഇതുവരെ 2 കേസ് എടുത്തുള്ളൂ, കൂടുതൽ കേസ് എടുത്തിട്ടില്ല. എന്തായാലും ഇതൊരു സൂചനയാണ്. പല നേതാക്കളും പുറത്തേക്ക് വരും. നമ്മുടെ പപ്പേട്ടനും വാസുവേട്ടനും എല്ലാം സുപ്രീം കോടതി പോയാലും തള്ളും. ഇപ്പോഴും നോക്കൂ, ശങ്കർദാസിനെ ഇതുവരെ ജയിലിൽ അടച്ചിട്ടില്ല. ഇല്ല, മെഡിക്കൽ കോളേജിൽ കടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ അന്വേഷണ സംഘം നിങ്ങളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷാഘാതം ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഇദ്ദേഹത്തിന് എന്താണ് അസുഖം സ്പെസിഫൈ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരിപ്പോഴും ഒരു ചെറിയ ലീനിയൻസി ഇവരോട് കാണിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന. അതൊക്കെ ഉറപ്പാണല്ലോ. എന്തായാലും ഭക്തർ വെറുതെ വിടില്ല.
അതെ, അതെ. സർക്കാർ വെറുതെ വിട്ടാലും വഴിയുണ്ടാവും. ഇന്നലെ ഗണേഷ് കുമാർ പറഞ്ഞ മാതിരി മറ്റേ വാഴയില് വാഴയിൽ കിടന്ന് മരിക്കാനായിരിക്കും വാഴയില് ദേഹം മുഴുവൻ എനിക്ക് ഒരു മെസ്സേജ് അതിന് ശേഷം വന്ന ഒരാൾ അയച്ചു, വാഴയിൽ കിടന്ന് മരിച്ചിട്ടുള്ള, അതായത് ശരീരത്തിന് മുറിവ് കാരണം വാഴയിൽ കഴിഞ്ഞ് മരിച്ചിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പലരും ഉണ്ടെന്ന്. പട്ടി അയച്ചു തന്നു. ആ പട്ടി അയച്ചു തന്നു. നമ്മളിതിനത് സ്ഥിരീകരിക്കാതെ കുടുംബത്തെ അധിക്ഷേപിക്കണല്ലോ ഓർത്തുകൊണ്ട്. സത്യമാണ്, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡ് ഭാരവാഹി ആയാൽ പിന്നീട് അവരെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു എന്നാണ്. അത് പിന്നെ തീർന്നു. അതിന് തലകൂരി വന്ന് പിന്നും വലിയ പദവിയിലേക്ക് പോയ ആൾ വളരെ കുറവാണെന്നാണ്. പലപ്പോഴും ഇത് റിട്ടയർമെന്റ് ആണെങ്കിലും വലിയ പ്രായമുള്ളവർക്കാണ് ഇതൊക്കെ കൊടുക്കാറുള്ളത്. എനിവേ, ഇപ്പൊ ഗണേഷ് കുമാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അതുകൂടെ പറഞ്ഞിട്ട് പോകാം. വളരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. വളരെ നിരാശാജനകമായ ഒരു സംഭവം. അതായത് മന്ത്രി ഗണേഷ് കുമാർ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരുന്നു. ആ ഇൻ്റർവ്യൂ അവർക്ക് താല്പര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് മറുനാടൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് നൽകിയ ഇൻ്റർവ്യൂ. അതിൻ്റെ അകത്ത് ചില ആളുകൾ നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, നിങ്ങൾ ഏത് കള്ളൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നു, അങ്ങനെയൊന്നുമല്ല. ഇന്നലെ ഫോൺ ചെയ്തും ചോദിച്ചിരുന്നു. ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ആരുടെയും പിണറായി വിജയൻ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞാലും എടുക്കാൻ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കും. ഈവൻ PV അൻവർ ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞാലും ഞാൻ നമ്മളെടുക്കും. കാരണം നമ്മൾ അവർ വ്യാഖ്യാനിക്കുകയല്ല, അവർ പറയുന്നത് എന്താണെന്ന് പറയുന്നത് നമ്മളെ. എന്ന് മാത്രമല്ല, നമ്മുടെ ചാനൽ ജഡ്ജിമാർ ചെയ്യുന്ന മാതിരി ഇൻ്റർവ്യൂവിന് വരുന്ന ഒരാളെ ആക്രോശിച്ച് ഉത്തരം മുട്ടിക്കുന്ന രീതി എനിക്കില്ലതാണ്. ഞാൻ പലപ്പോഴും പല വിഷയങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ വികാരഭരിതനായാണ്, ശക്തമായ ആണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ഒരാൾ അഭിമുഖം കൊടുക്കും, എൻ്റെ അഭിമുഖം കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ അവർക്ക് പറയാനുള്ളത് പറയുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അല്ല, അതാണ് എൻ്റെ മര്യാദ. നമ്മുടെ അതിഥിയെ പോലെ കണ്ടുകൊണ്ട് പെരുമാറുന്ന രീതി പലർക്കും. എന്തുകൊണ്ടാണ് നമ്മളൊരാളെ നമ്മുടെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത്? അതേസമയം ആ ഇൻ്റർവ്യൂ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. പോഡ്കാസ്റ്റ് ആയിരുന്നു. 2.5 മണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഇൻ്റർവ്യൂ വഴി അദ്ദേഹത്തിന് കിട്ടാൻ ഇടയുണ്ടായിരുന്ന ഒരു മൈലേജ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് ആർക്കും അദ്ദേഹത്തോട് താല്പര്യം തോന്നുന്നതായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ അപ്ലോഡ് ചെയ്തപ്പോൾ ആർക്കും താല്പര്യമില്ല. ആളുകൾ കാണാതെ തന്നെ അടിത്തറി വിളിക്കുകയാണ്. കാരണം അദ്ദേഹം ഇന്നലെ കാട്ടിക്കൂട്ടിയ വൃത്തികേടാണ്. ആ വൃത്തികേടിനെ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ആ വൃത്തികേടിനെ പച്ചയ്ക്ക് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും ഉമ്മൻചാണ്ടിയെ കുറ്റം പറയാൻ പാടില്ല. ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ കുടുംബം തകർന്നതിന് ഉമ്മൻചാണ്ടിയാണ് എന്ത് കഴിച്ചത്. അത് തന്നെ ആ കാര്യങ്ങൾ മുഴുവൻ പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് വളരെ മോശമായ വളരെ മോശം. ഇപ്പൊ ആരാണ് പറഞ്ഞല്ലോ, മറ്റേ ഷിബു ബേബി ജോൺ പറഞ്ഞു. അല്ല, ഈ ബാലകൃഷ്ണ പിള്ളയെ പോലും ആളുകൾ ചീത്ത വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ പണ്ട് കേസാണ്. അദ്ദേഹത്തിന് റേപ്പ് കേസിലെ പ്രതിയായിരുന്നു ബാലകൃഷ്ണ പിള്ളയെന്നും മജിസ്ട്രേറ്റിനെ സ്വാധീനിച്ച് മജിസ്ട്രേറ്റിന്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടാണ് തലൂരി എന്നൊക്കെയുള്ള കഥകൾ ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ ഈ പറയുന്ന എല്ലാവരും മറന്നിരുന്ന സരിതയുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നു. അത് മാത്രമല്ല, ബാലകൃഷ്ണപിള്ള ഈ പറയുന്ന മകനെ കുറിച്ച് എന്തൊക്കെ ചീത്ത വിളിച്ചിരുന്നു. ആ ബൈറ്റുകളെല്ലാം വൈറലായി. ഈ യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിന് ആരാണ് ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നതെന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് പലർക്കും സംഭവിക്കുന്നത്. ഗണേഷ് കുമാർ നമുക്കൊരു ഇൻ്റർവ്യൂ തരാൻ തയ്യാറായപ്പോൾ ഞാൻ അതിനെ കരുതിയത്, അദ്ദേഹം തെരഞ്ഞെടുപ്പായപ്പോൾ ഞാൻ നിരന്തരം അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് ഒരുപാട് വിയോജിപ്പോടെ എനിക്കുണ്ട്. അപ്പം ഈ ഇലക്ഷൻ ആയപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് റിലേഷൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം എനിക്ക് അഭിമുഖം. പക്ഷേ ഇതിന് ശേഷം അദ്ദേഹം അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഗ്രേസ് മുഴുവൻ നഷ്ടപ്പെടുത്തി, പൂർണ്ണമായും നഷ്ടപ്പെടുത്തി. വളരെ രസമുള്ള ഇൻ്റർവ്യൂ അതാണ്. ഞങ്ങളത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുള്ള ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഗ്രേസ് അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. കാരണം ചാണ്ടിയുമ്മൻ വിമർശിച്ചത് അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ഉണ്ടാവാം. പാർട്ടി വേദിയിലാണ്, പാർട്ടി പരിപാടിയിലാണ്, പത്തനാപുരത്താണ് പ്രസംഗം. അതെ. അപ്പം പത്തനാപുരത്ത് ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തിടുമ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചർച്ചയാവണമെന്ന് ചാണ്ടിയുമ്മന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കാം. കാരണം പത്തനാപുരത്ത് ശക്തനായ എതിരാളിയായിട്ട് ജ്യോതികുമാർ ചാമക്കാല ഉണ്ട്. അപ്പം ബുദ്ധിയോ വിവേകമുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ചർച്ചയാക്കാൻ വേണ്ടി ഈ കേസൊക്കെ എടുത്തിട്ടു. എൻ്റെ കുടുംബം തകർത്ത ആളാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കേസ് പിടിച്ചു. എല്ലാ ജനങ്ങളും ചാണ്ടിയുമ്മനെ പിന്തുണച്ചു. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ ഈ CPM കൊള്ളരുതായ്മ, ആ CPMനൊപ്പം നിൽക്കുന്ന ഗണേഷ് കുമാറിൻ്റെ രീതി വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി. അല്ല, അത് ഭയങ്കര അബദ്ധമാണ്. കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും ജനകീയനായ ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ അത് മാത്രമല്ല, ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞു ഒരിക്കലില്ല. എല്ലാവരോടും അദ്ദേഹം സഹിഷ്ണുതയും സ്നേഹവും കാണിച്ചിട്ടുണ്ട്. ആ മനുഷ്യനോട് പക വീട്ടാൻ വേണ്ടി തന്നെയാണ് ഈ പേജുകൾ ഗണേഷ് കുമാർ ഇത് പറഞ്ഞത്, ഈ പണി ഒപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. രണ്ട് തവണയാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത്. 2001 32 വയസ്സുള്ളപ്പോൾ ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായി, വലിയ പേരെടുത്തു. പക്ഷെ 3 വർഷം അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടർന്നുള്ളൂ. അദ്ദേഹം അപ്പൻ്റെ കേസ് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു. പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വന്നിട്ട് ഈ പെണ്ണ് കേസിലും പെട്ടു,
വനം വകുപ്പ് മന്ത്രിയാണ്. വനംവകുപ്പ് മന്ത്രി ഈ പെണ്ണ് കേസിൽപ്പെട്ടു. ഈ പെണ്ണ് കേസിൽപ്പെട്ട ഭാര്യയാണ് രംഗത്ത് വന്നത്. അല്ല, അതാണ് അതിൽ ഏറ്റവും ദുരന്തപൂർവമായി മാറിയ കാര്യം. ഭാര്യ വരുന്നു, അച്ഛൻ ഇദ്ദേഹത്തിന് എതിരായി നിരന്തരമായി പറയുകയാണ്, എന്താണ് എനിക്ക് പറ്റിയ അബദ്ധമാണ് അബദ്ധമാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ രാജിവെച്ച് പോവേണ്ടി വന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിയുടെ തല വെച്ചിട്ട് വെറുതെ പണി ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തിനാണ് ഇങ്ങനെ ഒരു. അത് മാത്രമല്ല, അദ്ദേഹം നല്ലൊരു KSRTC ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മിടുക്കനായ മന്ത്രിയാണ്, അതൊരു സംശയമില്ല. ഒത്തിരി കാര്യങ്ങൾ ആദ്യ ടൈമിൽ മന്ത്രിയപ്പോൾ തന്നെ അദ്ദേഹം നല്ല തെളിയിച്ച ആളാണ്. അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിന് അച്ഛൻ്റെ ഈ ജയിൽവാസമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തുന്ന അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ വളരെ മിടുക്കനായ മന്ത്രിയാണ്. ആ മിടുക്ക് അദ്ദേഹം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അത് പറയാൻ അപ്പോൾ നല്ലൊരു പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം എന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ? അതായത് ഭക്ഷണ സാധനങ്ങൾ ചിക്കിങ്ങും സഹകരണം. അപ്പോൾ നിങ്ങളിപ്പം തിരുവനന്തപുരത്തു നിന്ന് അങ്ങോട്ട് കോട്ടയത്തിന് പോകുന്ന കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മെനു ഉണ്ട്, ഈ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണ്ടേ, വിശക്കുന്നത് കിളിമാനൂരാണോ കൊട്ടാരക്കരയാണോ, ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത് ഒരു 1 മണിക്കാണ് കൊട്ടാരക്കര ചെല്ലുന്നത് കരുതുക. അപ്പോൾ കൊട്ടാരക്കരയിൽ ഈ ഇവർ കൊണ്ട് നിങ്ങൾ സീറ്റിൽ കൊണ്ട് തന്നിട്ട് പോകും. നമ്മൾ ഈ തിയേറ്ററിൽ പോയിരിക്കുമ്പം ഈ PVR എന്ന് പറഞ്ഞ തിയേറ്ററുണ്ട് ഈ ലുലു മാളിൽ, റേറ്റ് കൂടുതലാണ്, പക്ഷെ നമുക്ക് നല്ല രാജാവിനെ പോലെ ഇരുന്ന് കാണാം. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് അവിടെ ഫുഡ് ഓർഡർ ചെയ്യുക. അവർ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സീറ്റിൽ അല്ലെങ്കിൽ കാപ്പിയൊന്നും കയറ്റത്തില്ലല്ലോ, ഈ കാപ്പിയൊക്കെ ഇവരുടെ സീറ്റിൽ കൊണ്ടുതരും. നമുക്ക് വിശാലമായി മറ്റേ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഇരിക്കുന്ന മാതിരി വിശാലമായി അവിടെ ഇവിടെ എല്ലാം കൂളായിട്ട് ചാരി കിടന്ന് നമുക്ക് കഴിക്കാം. ഇതൊരു മനുഷ്യൻ ഫെസിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു പരിപാടി. ഇതിൻ്റെ ഒരു അങ്ങനെ ചാരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റോപ്പിൽ ബസ്സിലിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരു നല്ല ഇത് അത് ആരും ശ്രദ്ധിച്ചില്ല. ഈ പരിപാടി ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ അറിയാം, അത്രേ ഉള്ളൂ. ഇതിപ്പം ആരും അറിയാത്ത അവസ്ഥയിലേക്ക്. കാരണം എപ്പോഴും ഈ ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾക്ക് സെൻസേഷണലായിട്ടുള്ള വാർത്തയാണ് ഇഷ്ടം. അത്രേ ഉള്ളൂ. പോസിറ്റീവ് വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലും കോൺട്രവേഴ്ഷ്യലായിട്ട് ഒന്നും ആ കൂടുതൽ പറയാതിരിക്കുക എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഉമ്മൻചാണ്ടി ജീവിതത്തിൽ ഒരിക്കലും കോൺട്രവേഴ്സി ഒരു കാര്യം പറയത്തില്ലായിരുന്നു. മാത്രമല്ല ഗണേഷ് കുമാറിന് ഓർമ്മ ഉണ്ടായിരിക്കും, പിന്നെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അതിന് ഒരു അബദ്ധം പറ്റി, വികസനം വളരെ ഇത്തിരി മോശമായ ഭാഷയിലേക്ക് വിമർശിച്ചിരുന്നു ഗണേഷ് കുമാർ. അത്ര അല്പ സഭ്യമല്ലാത്തൊരു ഭാഷയായിരുന്നു അദ്ദേഹം പറഞ്ഞത്, പ്രയോഗമായിരുന്നു. എന്തോ അദ്ദേഹത്തിന് അസുഖമാണ് അതെ അതങ്ങനെ പറഞ്ഞു. അത് ഇതേ അവസ്ഥ ഉണ്ടാക്കി. കാര്യം വികസനം പോലെ അത്രയും ജനകീയനായ ജനപ്രിയനായ ഒരു ആളിനെ കുറിച്ച് അങ്ങനെ പരാമർശം നടത്തുമ്പോൾ എനിക്കറിയത്തില്ല. എന്തായാലും അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം വളരെ ഇതായിട്ട് പറയട്ടെ. ഗണേഷ് കുമാറിനുണ്ടായ നഷ്ടം വലിയ നഷ്ടമാണ്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറും. UDF-നുണ്ടായിരിക്കുന്ന ഗുണം ഒരുപാട് ഗുണമാണ്. ഉമ്മൻചാണ്ടി വിഷയം വീണ്ടും കത്താനൊരു സാഹചര്യം വേണ്ടതുപോലെ UDF-നെ കനകേലുമാർ ഉപയോഗിച്ചാൽ ഉമ്മൻചാണ്ടി വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഞങ്ങൾക്കുണ്ടായ നഷ്ടം വളരെയധികം പ്രയത്നിച്ച് ഒരു മനോഹരമായൊരു ഇൻ്റർവ്യൂ എടുത്തിട്ട് ആ ഇൻ്റർവ്യൂ ചീറ്റിപ്പോയി എന്ന്. അത് സത്യത്തിൽ അത് ആ ഇൻ്റർവ്യൂ കണ്ടാൽ എൻ്റെ ബുദ്ധിമുട്ട് പരസ്യങ്ങൾ കണ്ടു നോക്കണം, കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. സ്പെഷ്യലിലുണ്ട്, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ സംഭവിച്ചു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. മോദിയുടെ വരവായിരുന്നു മോദിയുടെ വരവ്. അത് എന്തായാലും മോദിയുടെ വരവ് ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു കേട്ടോ. അത് സംശയമൊന്നും വേണ്ട അക്കാര്യത്തിൽ. എല്ലാവരും സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇന്ന് നേരത്തെ വീട്ടിൽ നിന്ന് അറിയായിരുന്നു, അപ്പോൾ തന്നെ റോഡിലെല്ലാം ജനം കൂടിക്കഴിഞ്ഞു എന്നുള്ളിടത്താണ്. ഒരു 8 മണിക്ക് കാണുന്നതിന് മുന്നേ എല്ലാവരും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ കാണാൻ വേണ്ടി. അദ്ദേഹത്തിനെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഒരു വലിയ പരിപാടി തന്നെയായിരുന്നു ശരിക്കും. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം മാത്രം, ഈ മോദി എന്തിനാണ് ഈ അരികിൽ നിൽക്കുന്നത്, ഡോറ് തുറന്ന് പിടിച്ച് നിൽക്കുന്നത്? അത് ഒന്ന് സേഫ് അല്ല. ആര്യം വട്ടത്തിലാൾ പിടിക്കുന്നുണ്ടെങ്കിൽ എന്നാലും സേഫ് അല്ല. മാത്രമല്ല നിയമവിരുദ്ധമാണ്. അത് പലരും നേരത്തെ ഇല്ലീഗലാണ്. നമ്മൾ വാഹനത്തിൽ ഡോറ് തുറന്ന് വെച്ച് സീറ്റ് ബെൽറ്റിന് യാത്ര ഇത് കാണുന്ന ഇപ്പം മോദി ഇപ്പം ഒരു പഴയ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം, ഇതിന് മുമ്പത്തെ പ്രധാനമന്ത്രിമാരെ പോലെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമല്ല, ആഗോളതലത്തിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാക്കളുടെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കാണുന്ന ഡോറ് പിടിച്ച് കാണുന്ന ഈ കാഴ്ച സത്യത്തിൽ മോദിക്കും രാജ്യത്തിനും ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് മോദിയുടെ വണ്ടിക്ക് എന്തായാലും വരുന്ന ഈ മറ്റേ മണ്ടേല സ്ക്രീൻ ഉണ്ടല്ലോ, ഡോർ മറന്നുപോയി, സൺസ്ക്രീൻ മോൾ ഓപ്പൺ ചെയ്യണ സംഗതി, അത് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നിട്ട് കൈ കാണിച്ചാൽ വലിയ വണ്ടിയല്ല. അല്ലെങ്കിൽ തുറന്ന വണ്ടി സുരക്ഷയുടെ പ്രശ്നം കാണുമായിരിക്കും അല്ലേ? കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഓർമ്മ ചെയ്യുന്ന, എനിക്ക് കേൾക്കോട്ടെ വരെ ഉള്ളൂ. തുറന്ന വണ്ടിക്ക് സുരക്ഷയുടെ പ്രശ്നം കാണും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ട സമയം ഡോറ് തുറന്ന് നിൽക്കുന്നത് അത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. ഇനിയെങ്കിലും എനിക്കറിയത്തില്ല. ഈ നമ്മളവിടുത്തെ റീൽസ് വീരന്മാരാണെങ്കിൽ നാളെ റോഡിൽ നിന്ന് വണ്ടിയിൽ ഇതുപോലെ റീൽസ് എടുത്തിട്ട് പ്രധാനമന്ത്രിക്കാവുമെങ്കിൽ എനിക്ക് ആയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു കാലം ചോദിക്കാം ചെയ്യാം. അതൊരു ശരിയായ രീതിയല്ല.
ഒന്ന്. രണ്ട്, ഇതിൻ്റെ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് മേയർ രാജേഷിന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റിയില്ല, മറ്റേ വിമാനത്താവളത്തിലെത്താൻ പറ്റില്ല. അതെ, അത് എന്താണെന്നുള്ളത് നമ്മൾ തിരക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് രാജേഷിന് രണ്ട് ചടങ്ങുകൾ രാജേഷാണ് പങ്കെടുക്കേണ്ട ഒരാളെന്നുള്ള നിലയിൽ ഈ പ്രധാനമന്ത്രി മോട്ടോർ കേഡിനോടൊപ്പം അതിൻ്റെ പുറകെ നിന്ന് വരാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ രാജേഷ് ഒരുപാട് ദൂരം ഓടി തിരിച്ചിങ്ങി എത്തേണ്ടി വരും. അപ്പോഴത്തേക്കും ഇവിടെ യോഗം തുടങ്ങി കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി ഇങ്ങനെ സ്ലോവിലി പോകുന്ന സമയത്ത്, അല്ലാത്തപ്പോഴും പ്രധാനമന്ത്രിയുടെ വാഹനത്തെ മറികടക്കാനോ ആ ഒരു നിശ്ചിത ദൂരത്തിന് മുമ്പിൽ വരാനോ ആർക്കും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും എല്ലാവർക്കും ഈ പറയുന്ന സർപ്ലസ് കാറ്റഗറി ആയിരിക്കും. അതിന് മുകളിലെ കാറ്റഗറി പണ്ട് നമ്മൾ ആര്യ രാജേന്ദ്രന് പറ്റി അവർക്ക് എന്നാ സംഭവിച്ചത്? അത് സംഭവിച്ചത് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ആയിരുന്നപ്പോൾ ഇവരെ കൊണ്ട് മേയർ ആയതേ ഉള്ളൂ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. PN മണിക്കർ സാറിൻ്റെ ഫൗണ്ടേഷൻ ചടങ്ങിന് വരെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ മേയർക്ക് ആ ചടങ്ങിൽ രണ്ട് ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്ത് പറ്റി? ഡ്രൈവറുടെ അടുത്ത് വണ്ടി ഓവർടേക്ക് പറഞ്ഞതിന് ഈ മേയർ തന്നെ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു എന്നാണ് പറയുന്നത്, ഓവർടേക്കാൻ പറ്റില്ല, കാരണം അത് അവരെ പ്രോട്ടോക്കോളാണ്, അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഓവർടേക്കാൻ പറഞ്ഞു എന്നും. ഇവർ ഓവർടേക്കാൻ ശ്രമിച്ചവർ തടഞ്ഞു, SPGക്കാർ തടഞ്ഞു, വെടിവെക്കാൻ തുടങ്ങി. വെടിവെക്കാൻ തോക്കെടുത്ത് കാണും മിക്കവാറും. കാരണം ഇത് അല്ല, തോക്ക് ഇങ്ങനെ ഉണ്ട്, രണ്ടു വർഷം ഏതെങ്കിലും ഒരുത്തിന് അവിടെ വരെ കളിപ്പാട്ടം എടുത്ത് കാണിച്ചാൽ അവനെ വെച്ചത് തന്നെയാണ് വെടിവെച്ചത്. കാരണം ഇത് ഏറെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ഈ നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഇത് കർശനമാണ് ഈ നിയമങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വീകരിക്കാൻ മുമ്പിൽ നിൽക്കേണ്ടത് ഗവർണറും മുഖ്യമന്ത്രിയും മേയറാണ്. ആ കാര്യത്തിൽ തർക്കം, മേയറിന്റെ ഔദ്യോഗിക വേഷം കിട്ടാനുള്ള ആ കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ആ കാര്യത്തിൽ മേയറിന്റെ പേര് കൊടുക്കുകയും ചെയ്തു. നഗരപിതാവാണല്ലോ മേയർ. പക്ഷേ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഒപ്പം എന്ന് വേണമെങ്കിൽ പറയാൻ തരത്തിൽ തൊട്ട് പിന്നാലെ വരാൻ പറ്റും. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഗവർണർക്ക് എത്താൻ പറ്റും. പക്ഷേ മേയർക്ക് അത്രയും പ്രോട്ടോകോൾ ഇല്ല. ഇവിടെ തന്നെ നോക്കുക, മോദി വേദിയിൽ എത്തിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി എത്തിയത്. ശ്രദ്ധിച്ചില്ല? മോദി മുഖ്യമന്ത്രി വന്നപ്പോൾ ആ വീഡിയോ കണ്ടറിയാം. മോദി മുഖ്യമന്ത്രി വന്നപ്പോൾ എണീറ്റ് പോയിട്ട് മുഖ്യമന്ത്രി കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. കൈ കൊടുത്ത് ഇത്രയും ദൂരത്തിന് മോട്ടോർ കാർഡാണ് പ്രധാനമന്ത്രി വാഹന വ്യൂഹം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വണ്ടിയാണ് സൈഡിൽ കൂടെ എല്ലായിടത്തും വരെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മേയർ വരാതെ. അതാണ് വലിയ വിവാദമാക്കി, വലിയ പ്രശ്നമാക്കി മുമ്പോട്ട് വരുന്നത്. എന്തായാലും പക്ഷെ സ്റ്റേജിൽ രാജേഷ് താരമായി, രാജേഷ് സൂപ്പർ സ്റ്റാറായി. ഒരു പക്ഷേ രാജേഷിന് കിട്ടിയ ഒരു സ്വീകാര്യതയും കയ്യടിയും സ്വീകരണം. ഓർക്കണം, കേരളത്തിലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കേരളത്തിലെ BJP നേതാക്കളിലെ ഒരു ടോപ്പ് 50 പേരിൽ പെടില്ല. നെക്സ്റ്റ് ജനറേഷൻകാരനല്ല. ഇതുവരെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടില്ല. ഇതുവരെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ളൂ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ഇതുവരെ കോർ കമ്മിറ്റിയിലൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നും എനിക്കറിയില്ല. BJPയുടെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ലാത്തൊരു നേതാവാണ്. എനിക്ക് തോന്നുന്നത് അനൂപ് ആന്റണിയൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ അത്രയും പോലും എത്തിയിട്ടില്ലാത്ത ഒരാളാണ്. പക്ഷേ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടിയത്, കെട്ടിപ്പിടിച്ചു. എനിക്ക് തോന്നുന്നു പുള്ളി ട്രംപിനെയും മറ്റേ പുടിനെ കാണുമ്പോഴാണ് കെട്ടിപ്പിടിക്കുകയും സൗദിയിലെ രാജാവിനെയൊക്കെ കാണുമ്പോഴാണ് കെട്ടിപ്പിടിക്കുന്നത്. അവിടെയാണ് രാജേഷിനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ എൻ്റെ പഴയകാല സുഹൃത്ത് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടില്ല. പയ്യനല്ലേ ഈ മേയർ? എൻ്റെ പഴയകാല സുഹൃത്ത് പറഞ്ഞാൽ എവിടെയാണ് സുഹൃത്ത് ഉദ്ദേശ സഹപ്രവർത്തനം, പാർട്ടിയിലെ കാരണം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് BJP. അപ്പോൾ ഒരു തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പല ചടങ്ങിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പം ഈ സ്റ്റേജിൽ ഞാൻ കണ്ട ഒരു കാഴ്ച, നിങ്ങളത് കണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ആ സ്റ്റേജിൽ മോദി എല്ലാവർക്കും കൈ കൊടുക്കുന്നു. നമ്മുടെ സാധാരണ മാസ്റ്ററുണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, ജോർജ് കുര്യൻ എല്ലാവരും ഉണ്ട്, അൽഫോൺസ് കണ്ണന്താനം, ഇവരെല്ലാവർക്കും കൈ കൊടുക്കുന്നു. PK കൃഷ്ണദാസിനെയൊക്കെ തൊട്ട് ഇങ്ങനെ ചിലരെയൊക്കെ മോദി വളരെ അടുപ്പത്തോടു കൂടി തോളെ കൈയിട്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, സുരേന്ദ്രനെ ഗൗനിക്കുന്നില്ല. ഞാനത് ഞെട്ടലോടുകൂടി കണ്ടു. എന്നോട് ഒരാൾ പറഞ്ഞത് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സുരേന്ദ്രൻ കൈയും കൂപ്പി നിൽക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടെങ്കിലും അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെ വിഷ് ചെയ്ത് എല്ലാവർക്കും കൈ കൊടുത്തു പോയി. സുരേന്ദ്രനെ ഗൗനിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ ശ്രീലേഖ മാറി നിൽക്കുക കണ്ടായിരുന്നു, സ്റ്റേജിലുണ്ടായിരുന്നു, ശരി, സൈഡിൽ മാറി നിൽക്കുന്നു. അതെ. രാജേഷ് തന്നെ റെയിൽവേയുടെ ചടങ്ങിന് ഇങ്ങ് മൂലയിൽ നിൽക്കുക, ആ ചടങ്ങിൻ്റെ കോർണറായിരുന്നു രാജേഷ് ഇരുന്നത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം തോളിങ്ങനെ ചേർത്ത് പിടിച്ചു ചടങ്ങ് കഴിഞ്ഞ്, പെട്ടെന്ന് ചടങ്ങ് കഴിഞ്ഞല്ലോ, തോളിങ്ങനെ ചേർത്ത് പിടിച്ചാണ് അവിടെ പോയത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് സുരേന്ദ്രനെ പ്രധാനമന്ത്രി തിരിച്ചറിയാത്ത രീതിയിലുള്ള, അപ്പം ഞാനത് ശ്രദ്ധിക്കാൻ പല കാരണമുണ്ട്. വാർത്തകളായി, വിവാദമായി. ഒരു പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സുധാകരനെ കസേര മാറ്റിയിട്ട് വിവാദം. പക്ഷെ അത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്?
ആ കസേര ഇരിക്കേണ്ടത് ആരാ? കെ പി സി KPC പ്രസിഡന്റാണ്. അത് എന്നെ ഒരു കോൺഗ്രസ് നേതാവ് വിളിച്ച് പറഞ്ഞു, നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അല്ല, കെ പി സി പ്രസിഡന്റാണ് പ്രസിഡന്റ് ഇരിക്കേണ്ടത് അവിടെ. അത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത് കെ പി സി പ്രസിഡന്റ്. സംഘടനാ രീതി വെച്ചത് അങ്ങനെയാണ്. അപ്പൊ സുധാകരൻ ഇരുന്നപ്പം അവിടെ വരാതെ മാറി നിന്നു മറ്റേ സണ്ണി. കാരണം സണ്ണിക്കറിയാം സുധാകരന്റെ ആളാണല്ലോ. അല്ല, സ്വഭാവം സ്വഭാവം അറിയാമല്ലോ. പണ്ട് മൈക്കല് VD സതീശൻ മൈക്കെ പിടിച്ചപ്പോഴത്തേക്ക് എന്നാ പിന്നെ പറഞ്ഞ ഭാഷയിൽ വിട്ടൊന്ന് ചീത്ത വിളിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ സാങ്കേതികമായി എന്തെങ്കിലും കാര്യമാവാം, അല്ലെങ്കിൽ ഈ തിരക്കിനിടയിൽ വിട്ടുപോയതാവാം. ഇതൊക്കെ ആണെങ്കിലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേടാണ്. കാരണം എന്ന് വെച്ചാൽ സുരേന്ദ്രൻ KPC മറ്റേ സംസ്ഥാന പ്രസിഡന്റാണ്, കേന്ദ്രമന്ത്രിയാവും, ഗവർണറാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളുന്നവർ ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് എപ്പോഴും തള്ളുന്നവരുണ്ട്. പക്ഷെ മോദിക്ക് ഞാനതിനെ ശ്രദ്ധിച്ച കൃഷ്ണദാസിനെ മറ്റെല്ലാവരും കൈ കൊടുത്തു പോകുന്നത് കൃഷ്ണദാസിന്റെ തോളയിൽ അദ്ദേഹം പണ്ട് നമ്മുടെ പല ആളുകളും അദ്ദേഹത്തിന് അടുപ്പമുള്ള പല ആളുകളും അദ്ദേഹം തോളെ തട്ടാറുണ്ട്. അദ്ദേഹം ആ പ്രചാരകനക്കാരൻ സമയത്ത് തിരുവനന്തപുരത്ത് ഒരുപാട് തവണ വരും, കേരളത്തിൽ വരിക. കേരളത്തിൽ നേതാക്കന്മാർക്ക് പേഴ്സണൽ ഒരുപാട് ബന്ധമുണ്ടായിരുന്ന ആളാണ്. കൃഷ്ണദാസിനെയും മുരളീധരനെയൊക്കെ അങ്ങനെ തന്നെ അറിയാമായിരിക്കും. ഇപ്പൊ പരമേശ്വർജിയുടെ വളരെ അടുത്ത ഒരു ഇവരുടെ എല്ലാവരും വലിയ നേതാവായിരുന്നല്ലോ. പിന്നെ സ്വാത്വികനായിരുന്നതുകൊണ്ട് അതെ അദ്ദേഹം ഈ വേറെ അഭ്യാസത്തിനൊന്നും പോയി. ഇല്ല. അപ്പോൾ ഇവിടെ സുരേന്ദ്രൻ തികച്ചും അവഗണിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കുള്ളിൽ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിതിനെ കാണുന്ന ഒരു സൂചനയായിട്ടാണ്. ഒരു BJP ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിലും നമ്മൾ ഗണേശൻ്റെ കാര്യം കണ്ടു നോക്കും. ഏറ്റവും കൂടുതൽ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളുകളൊരാളാണ് ഗണേശൻ. പക്ഷേ അത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജോലിയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് കാണുമ്പോൾ സംസാരിക്കേണ്ട ഒരു ഞാൻ ഈ വിവേകം അദ്ദേഹം കാണിച്ചു. ഞാൻ ശിവൻകുട്ടിയെ ആളുകളെല്ലാം ചെയ്തത് നമ്മൾ ഇഷ്ടം പോലെ. ശിവൻകുട്ടി നന്നായി പെരുമാറുന്ന ഒരാളാണ്. ഞാൻ ശിവൻകുട്ടി ഒരു ചടങ്ങിനെ കണ്ടിട്ടുള്ളൂ, ഓടി വന്നതിനോട് വർത്താനം പറഞ്ഞു. സജി ചെറിയാൻ എന്ത് വായിരിക്കുന്നൊക്കെ പറയുന്ന ആളാണല്ലോ. സജി ചെറിയാൻ വന്നപ്പോൾ എന്നോട് ഏതൊരു പരിപാടി വെച്ച് ഞാൻ കേട്ടാ സാംസ്കാരിക അമൃത എന്നോട് പറഞ്ഞു, ഞങ്ങളൊന്ന് അറ്റാക്ക് ചെയ്യുന്ന കുറച്ചുകൂടെ എന്തൊരു ആക്രമണമാണെന്ന് ചോദിച്ചു. അത് നമുക്കറിയാവുന്ന CPM നേതാക്കളൊക്കെ അവർ നമുക്ക് എത്ര സ്നേഹത്തോടെ. സുരേന്ദ്രൻ, എനിക്കതിൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയുള്ള ഒരു സീനിയർ നേതാവായിരുന്നില്ല. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പദവി. പക്ഷേ ആ സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭത്തിലെടുത്ത ലീഡർഷിപ്പിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് സുരേന്ദ്രൻ തരംഗം ഉണ്ടാകാൻ ഒരു പ്രധാന ഘടകം നമ്മളാണ്. കാവിപ്പട എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ കാവിപ്പട എന്ന ഗ്രൂപ്പ് നമ്മളുമാണ് സുരേന്ദ്രൻ. എന്നിട്ട് സുരേന്ദ്രൻ ആദ്യം തന്നെ ഒരു പ്രശ്നമില്ലായിരിക്കും തന്നെ ആരോ സുരേന്ദ്രൻ്റെ ചെവി കൊണ്ടുപോയി നമ്മൾ സുരേന്ദ്രൻ മോശം പറഞ്ഞ പേര് സുരേന്ദ്രൻ നമ്മളോടൊപ്പം അംഗീകരിക്കുമായിരുന്നു. അതെന്താണെന്നറിയോ? കോന്നിയിൽ മത്സരിക്കുന്നു. നമ്മൾ സർവേ നടത്തിയപ്പം നമ്മൾ BJPക്ക് ഏതാണ്ട് ത്രികോണ മത്സരം തന്നെ നമ്മൾ പറഞ്ഞത്. നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. BJP ഏതാണ്ട് തുല്യമൊന്നുമില്ല, പക്ഷേ കുറച്ച് പിന്നിലായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടി ചെയ്ത് നമുക്ക് സർവേ നടത്തുമ്പോൾ നാട്ടുകാരെ കൊടുത്തിട്ടില്ല, നമ്മൾ നേരിട്ടാണ് സർവേ നടത്തുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ആദരവ് തോന്നിയ ആരോടാണെന്നറിയോ? ശോഭാ സുരേന്ദ്രനോടാണ്. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഒരു തരംഗം പോലെ കയറി വന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ സർവേയിൽ മൂന്നാമതായിരുന്നു. നമ്മൾ മൂന്നാമതായപ്പോൾ ശോഭ എന്നെ വിളിച്ചു. എന്നോട് ചേട്ടാ ഇത് ഞാൻ പറഞ്ഞു, ശോഭ ഇതാണ് സ്ഥിതി, എന്നാലും ആളുകൾക്ക് കോൺഫിഡൻസ് പോകത്തില്ല. ഞാൻ പറഞ്ഞു, ശോഭ എനിക്ക് മാറ്റാൻ പറ്റുമോ? നമ്മൾ സാർ ഓക്കെ സാരമില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല സർവേയിൽ മൂന്നാമതായ പിന്നെ ഇലക്ഷന് മുമ്പാണല്ലോ ഇത്, അവർക്ക് ഹാർഡ് വർക്ക് മാറ്റാത്. ഇത് മാത്രമല്ല നമ്മുടെ സർവേ കണ്ടതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് അവരുണ്ടാക്കി. ശോഭയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി അവിടെ. പക്ഷേ ഇയാൾക്ക് പറ്റിയില്ല. സുരേന്ദ്രൻ നമ്മുടെ സർവേക്കാൾ പിറകിലായിരുന്നു. ഇതിൻ്റെ പേര് പിണക്കം വെക്കുക. പിന്നെ ഇപ്പോഴും വ്യാജനസ്കറിയാന്ന് വിളിക്കുക, ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ട് കള്ളപ്പണിക്കെന്ന് വിളിക്കുക. അതായത് ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട പക്വതയോ ഒന്നും അയാൾക്കില്ല. നമ്മൾ വിമർശിച്ചിരുന്ന KT ജലീൽ അദ്ദേഹം ഇവിടെ വന്ന് ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. മുഹമ്മദ് റിയാസ് നിരന്തരം മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും മരുമകനെ കുറിച്ചും പറഞ്ഞ മുഹമ്മദ് റിയാസ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഞാനൊരു സിഗ്നൽ ലൈറ്റ് വെച്ച് കാണുന്നു. അതായത് ഞാൻ തിരുവനന്തപുരം എയർപോർട്ട് വഴി ഞാൻ എവിടെ വരുന്നു, പേട്ടയുണ്ടല്ലോ നമ്മുടെ പേട്ട ജംഗ്ഷൻ, ആ സിഗ്നലിൽ നിൽക്കുന്നു. അപ്പോൾ റൈറ്റിലേക്ക് വന്ന് വണ്ടി കൊണ്ട് നിർത്തത് മുഹമ്മദ് റിയാസിൻ്റെ വണ്ടി, സ്റ്റേറ്റ് കാർ. അപ്പം ഞാൻ ഈ തൊപ്പി വെച്ചിരിക്കുന്ന ആരാ, നമുക്ക് നമ്പർ അറിയത്തില്ലല്ലോ. ഞാൻ കൊണ്ട് വണ്ടി നിർത്തുമ്പോൾ റൈറ്റിലേക്ക് കൊണ്ട് നിർത്തി. തൊപ്പി വെച്ചിരിക്കുന്ന ആരാന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും റിയാസ് ഇപ്പറ ഇരിക്കുന്നു, പുറകിൽ ഇപ്പറ ഇരിക്കുന്നു, അപ്പുറം വീണ ഇരിക്കുന്നു ഭാര്യ. ഞാനിങ്ങനെ നോക്കി ചിരിച്ചു, എന്നെ നോക്കി ചിരിച്ചു. ഗ്ലാസ് താത്തു, അയാൾ ഗ്ലാസ് താത്തു. അപ്പം ഞാനും ഗ്ലാസ് താത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എവിടെ പോയി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ എവിടെ നിന്ന് വരിക, കണ്ണൂരിൽ നിന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകള് റിയാസിൻ്റെ ഭാര്യ ഈ വർത്താനം കേട്ടിട്ട് ഇങ്ങനെ നോക്കി. എൻ്റെ മോൻ കിടപ്പിടെ അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്
അത് ഈ സുരേന്ദ്രൻ അല്ല, ഇവർ ഈ കെ കരുണാകരനെ കണ്ടുപിടിക്കണം. ഈയിടയ്ക്കാണ് ഞാനത് യൂണിയൻ്റെ ഒരു പരിപാടി പോയപ്പോഴാണ് ഇത് കാര്യം അറിഞ്ഞത്. അല്ലാതെ അതാ പറഞ്ഞു ജോർജ് വിളിക്കാൻ എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. ഈ പത്രപ്രവർത്തന പെൻഷൻ ആദ്യം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ കേരളത്തിലാണല്ലോ. അപ്പോൾ ഒരു ചടങ്ങുണ്ട്, ഒരു ഔദ്യോഗിക ചടങ്ങുണ്ട്. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി കരുണാകരൻ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഒരു 30 പേരുടെയെങ്കിലും പേര് വേണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് കരുണാകരൻ യൂണിയൻ ഭാര്യകളെ വിളിപ്പിച്ചു. ഇത് ശരിയാവില്ലെന്നോ ഈ ലിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു 6 പേരുടെ പേര് കുറവുണ്ടെന്ന്, 5-6 പേരുടെ പേര് കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കി, അയ്യോ ലീഡറെ, ഞങ്ങൾ കേരളം മുഴുവൻ നടന്ന് ആലോചിച്ച് തപ്പിപ്പിടിച്ച് പഴയ ആളുകളെല്ലാം കണ്ടുപിടിച്ചെടുത്തതാണെന്ന് പറഞ്ഞു. ശരിയായിരിക്കാം, പക്ഷേ 6 പേരുടെ പേര് കുറവാണ്. മേശയ്ക്കകത്തുനിന്ന് ഒരു ലിസ്റ്റ് എടുത്ത് അങ്ങ് കൊടുത്ത്. കെ കരുണാകരൻ വിമർശിച്ചിരുന്ന 6 പഴയ സീനിയർ പത്രക്കാരാണ്. ഇവരെ പേര് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു അക്കൂട്ടത്തിൽ. എന്നിട്ട് കരുണാകരൻ തന്നെ അവർക്കത് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അല്ല, അതാണ് കെ കരുണാകരൻ. അത് അങ്ങനെയാണ് ഇവർ ശീലിക്കേണ്ടത്. അതാണ് അത് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം, പിന്നെ മാത്രമല്ല BJP മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പുതിയ സന്ദേശമുണ്ട് കേരളത്തിൽ. നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തു. 2020 കൊണ്ടുവന്നത് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അത് BJPക്ക് ഓരോ സ്ഥലത്തും ഓരോ സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജി, കേരളത്തിലെ സ്ട്രാറ്റജി എന്ന് പ്രൊഫഷണൽസിനെ മുമ്പിൽ കൊണ്ടുവരിക, ക്രിസ്ത്യാനികളെ കൊണ്ടുവരിക. ഇത് രണ്ടും അതിൻ്റെ വേണ്ടിയാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊത്തം. അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയത്തിൻ്റെ ചുവട് പിടിച്ചു പോകുന്ന പുതുതലമുറക്കാരനായ സുരേന്ദ്രനെ പോലുള്ളവർക്ക് പോലും പ്രസക്തി നഷ്ടപ്പെടാനായിട്ടില്ല എന്ന് ഇതിലോ നമുക്ക് മനസ്സിലാകും. പഴയ സ്കൂളിൽ നിൽക്കുന്നേ ഉള്ളൂ. അതേസമയം രാജേഷിന് കിട്ടിയ സ്വീകാര്യതയും കയ്യടിയും ഇപ്പൊ കേരളത്തിൽ തന്നെ BJP നേതാക്കൾ ഏറ്റവും കയ്യടിയുള്ള നേതാവായി. മാത്രമല്ല ഭാവിയിൽ BJP കേരളത്തെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായി കഴിഞ്ഞു. ഈ പദവിയിൽ ഇത്രയും കാലം കൊണ്ട് രാജേഷ് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. ഈ രാജേഷിന്റെ കാര്യവും ഞാൻ രാജേഷിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. തീർച്ചയായും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. പക്ഷേ രാജേഷ് മേയറായാൻ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം രാവിലെ 3 തവണ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല 3 തവണയാണ്. അതായത് ഞാൻ ആ തീരുമാനം എടുക്കും, എൻ്റെ ഫോൺ എനിക്ക് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. ഞാൻ വൈകുന്നേരം എടുത്ത് നോക്കും 3 മിസ് കോൾ കിടക്കുന്നു രാജേഷിൻ്റെ. ഞാൻ മെസ്സേജ് ഇട്ടു വാട്സാപ്പിൽ. ഞാൻ പറഞ്ഞു, ഞാൻ വിവരമൊക്കെ അറിഞ്ഞു, കൺഗ്രാജുലേഷൻസ്, എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, എപ്പോൾ വിളിക്കാൻ പറ്റുന്നു അപ്പം വിളിക്കണമെന്ന് തിരിച്ചെനിക്ക് മെസ്സേജ് ഇട്ടു. ആലോചിച്ച് നോക്കി. അത് എന്നെ രാത്രി 10:30 വിളിച്ചു. നാളെ സത്യം പറഞ്ഞ ഞാൻ ചട്ടം മാറണമെന്ന് പറഞ്ഞ് വിളിച്ചു. അതാണ് മനുഷ്യൻ്റെ രീതി. അത് ഞാൻ പറഞ്ഞ അതുകൊണ്ട് അയാൾ ഒരുപാട് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. ഈ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും. അത് മോദിക്കും മനസ്സിലായി. അതുകൊണ്ട് മോദി കെട്ടിപ്പിടിച്ചു. വളരെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു കഷ്ടിച്ച് 1 മാസം കൊണ്ട് രാജേഷ് നല്ലൊരു മേയറാണെന്നുള്ള ഒരു നില ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞു. പിന്നെ മോദി എന്തിനു വന്നു എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് ആശയക്കുഴപ്പമുണ്ട്. ഒരു പക്ഷേ എനിക്ക് വന്നിട്ടുള്ളത് പുതിയ കോർപ്പറേഷൻ ഭരണം BJP കിട്ടിയപ്പോൾ 40 ദിവസം ഞാനവിടെ വരും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വന്നതാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വേറെ വലിയ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. ഈ ട്രെയിനിൻ്റെ ഇവിടെ എന്തോ ട്രിവാൻഡ്രത്തിന് ബ്ലൂ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നത് അത് കേരള ഗവൺമെൻറ്റും കൂടെ സഹകരിച്ചായിരിക്കാം ഒരു പക്ഷേ ബ്ലൂ പ്രിൻ്റോടെ കൊടുക്കേണ്ടതായിരിക്കും. കോർപ്പറേഷൻ ഒറ്റയ്ക്കാണ് കൊടുക്കാൻ പറ്റുമോ എനിക്ക് സംശയം. അതിപ്പോൾ വലിയ ആളുകൾ ബഹളമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. മോദി ഇവിടെ വന്നിട്ട് വെറുതെ പോയി കൈയും വീശിപ്പോയി. അല്ല, ഈ 3-4 ട്രെയിനിങ് കിട്ടിയില്ല. ഈ ട്രെയിൻ ചില്ലറക്കായ ഒരു ട്രെയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഒരു ട്രെയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ 4 ട്രെയിനാണ് ഒരുമിച്ച്. അത് ഏറ്റവും ആധുനിക സൗകര്യമുള്ള ട്രെയിനുകളാണ്. പക്ഷേ മോദിയുടെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ അഹമ്മദാബാദ് മോഡലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ ആദ്യമായിട്ട് കിട്ടിയ നഗരസഭ അത് തന്നെ 87 മുമ്പ് വരെ ഗുജറാത്തിൽ BJPക്ക് യാതൊരുവിധ സ്വാധീനവും. പത്രത്തിൽ സിംഗിൾ കോളം വാർത്തയായിരുന്നു മോദി പറഞ്ഞല്ലോ അന്നൊക്കെ. അതാ പറഞ്ഞത്. ഇവിടുത്തെ കേരളത്തിലും അങ്ങനെയല്ലായിരുന്നു. BJP 5% വോട്ട് താഴെയുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ അഹമ്മദാബാദ് നഗരസഭ പിടിക്കുകയും ആ ഭരണം നന്നാക്കുകയും ചെയ്തപ്പോൾ ആ ഒരു സ്വാധീനത്തിലൂടെയാണ് BJP ഗുജറാത്ത് പിടിച്ചത്. ആ ഒരു കീഴടക്കലിൻ്റെ തുടർച്ചയായിട്ട് മോദി പറഞ്ഞു രാജ്യം മുഴുവൻ പടർന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തും ഇതാ ഞങ്ങൾക്ക് മേയറെ കിട്ടിയിരിക്കും, തലസ്ഥാനമാണ്. അതെ, അങ്ങനെ പ്രശ്നം. അപ്പം അതുകൊണ്ട് എനിക്കൊന്ന് BJPയുടെ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാൻ. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷായൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രസംഗിക്കാൻ പോകാത്ത എല്ലാം തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല രാജ്മോഹൻ, ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഈ ഇന്ത്യ ഇത്രയും വലിയ നമ്മുടെ ഈ രാജ്യത്തെ എവിടെയും ഇവരുടെ പല സ്ട്രാറ്റജി ഏറ്റെങ്കിലും അടുക്കാതിരുന്ന 2 സംസ്ഥാനം കേരളവും തമിഴ്നാടുമാണ്. തമിഴ്നാടിൻ്റെ കാര്യം നിങ്ങൾ നോക്കൂ. തമിഴ്നാട് ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്. ഈ ദ്രവീഡിയൻ പൊളിറ്റിക്സിലേക്ക് അവർക്ക് ഒരിക്കലും നാഷണലിസം കയറത്തില്ല. അവരുടെ നാഷണലിസം എന്ന് പറയുന്നത് തമിഴ് നാഷണലിസമാണ്. നമ്മൾ പരോക്യാലിസം എന്നൊക്കെ പറയുന്ന തമിഴ് ദേശീയത അതിലിടുങ്ങി നിൽക്കുക. അതിനപ്പുറത്തേക്ക് പോകത്തില്ല. അവരുടെ ഭാഷയിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ തമിഴ് ദേശീയതയെ മറികടക്കാൻ പാടാണ്. അതുകൊണ്ട് വളരെ പ്രയാസമാണ്. അവിടെയാണ് ഈ അണ്ണാമലയെ പോലൊരു ചെന്തമിഴനെ ഇറക്കിയിട്ട് ഇവർ ചില പരീക്ഷ നടത്തുന്നത്. പടിപടിയായി കയറി വരുന്നുണ്ട്. പക്ഷെ അവിടെ എന്തോ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. അതുണ്ട്. അവിടെയാണ് അണ്ണാമലൈ
ഇപ്പോഴും അവിടുന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയെങ്കിലും തമിഴ്നാട്ടിലെ BJP രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ വളർച്ചയുടെ സ്രോതസ്സായിട്ട് അണ്ണാമലൈ മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ അവർ പ്രൊഫഷണൽസിനെയും ക്രിസ്ത്യാനിയെയും മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിനവരൊരു കോർപ്പറേഷൻ പിടിച്ചു. ആ കോർപ്പറേഷനോട് പടിപടിയായി കേരളത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നീക്കം. അതുകൊണ്ട് ഇവിടെ വന്നു, അതിനെ കൃത്യമായി അടയാളപ്പെടുത്തി. ആ അടയാളപ്പെടുത്തുന്ന തുടർച്ചയായിരിക്കും ഇനി സംഭവിക്കുന്നത്. സാബു ജേക്കബിനെ വേദിയിലിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സാബു ജേക്കബ് വേദിയിലിരുത്തി ഇന്ന് സാബു ജേക്കബായിട്ട് വീണ്ടും ചർച്ച ഉണ്ടായിരുന്നു. വീണ്ടും ചർച്ച നടത്തി. ഞാൻ ഇന്നലെ പറഞ്ഞതില്ല, അതായത് അമിത്ഷായും മോദിയുമായിട്ട് നേരിട്ട് സാബു ജേക്കബ് നേരത്തെ ചർച്ച നടത്തി. ഡൽഹി രാജ്യസഭയൊക്കെ വാഗ്ദാനം പുള്ളിക്ക് വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരണം. പക്ഷേ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 10-25 സീറ്റെങ്കിലും കൊടുക്കും. അപ്പം വളരെ കൃത്യമായി നോക്കിക്കോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി അടുത്ത ഘട്ടത്തിൽ ജോസ് കെ മാണിയും വരും. അല്ല, അതിനോടൊപ്പം അവിടെ പോയി അല്ല, പ്രത്യേകിച്ച് ലീഗ് തിരിച്ചറിഞ്ഞിട്ടാണ് ലീഗ് ജോസ് കെ മാണിയെ UDF കൊണ്ടുവരാൻ ശ്രമിച്ചത്. അവിടെ വന്നാൽ മന്ത്രിയായി അവിടെ ലോക്ക് ചെയ്തിട്ടാൽ ഈ ഒരു ദുരന്തം ഒഴിവാകുമെന്ന് കരുതിയിരുന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ പുറത്താണ് BJPയുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു ആസൂത്രണത്തിൻ്റെ ഒരു ആസൂത്രണ മികവിൻ്റെ തുടർച്ച തന്നെയായിരുന്നു ഈ കേരളത്തിലെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നതൊക്കെ തന്നെ. തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്ന മോദി നൽകിപ്പോയിരിക്കുന്ന സന്ദേശം തിരുവനന്തപുരത്തെ ഞാൻ അങ്ങ് എടുത്തു എന്ന് തന്നെയാണ്. അതെ. അപ്പോൾ ഈ നഗരവികസനം ഒരുപാട് പദ്ധതികളുണ്ട്. അതേ ഉള്ളൂ. കാരണം തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം നഗരത്തിലുള്ള ഈ ജലസ്രോതസ്സുകളെല്ലാം നശിച്ച് കിടക്കുക. അത് ശരിയാക്കി അത് ശരിയാക്കുന്ന ഗംഗാ നദിയിൽ ചെയ്തതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു മാറ്റം. ഈ ആമേഴഞ്ചാൻ തോട് ശരിയാക്കിയാൽ തന്നെ എൻ്റെ രാജ്മോഹൻ, നിങ്ങളുടെ വൈഫ് അവിടെ കോടതി വഞ്ചൂര് പോകുന്നത് ആ മണം സഹിക്കാൻ പറ്റില്ല. ആ സൈഡിൽ കൂടെ നമ്മൾ പോകുകയാണെങ്കിൽ നമ്മൾ ആ വഴിയുണ്ട് രാമേഴഞ്ചാൻ. അതുപോലെ തമ്പാനൂര് നമ്മുടെ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് അന്നൊരു മനുഷ്യൻ വീണ് മരിക്കുകയും ചെയ്തു. അവിടുത്തെ എന്ത് വൃത്തികേടാണ്. അല്ല, ആ കോഫി ഹൗസിൽ മറ്റേ ലാറി ബേക്കറല്ലേ പറഞ്ഞത്? ലാറി ബേക്കർ ഇവിടെ ആ കോഫി ഹൗസിൽ പോയി കാപ്പി കുടിക്കാൻ മണം വരുന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്ന് കഴിക്കാറില്ല. ഇപ്പോഴത്തെ കോഫി പോയി കഴിക്കാം. വേറെ താഴെ ഒന്ന് അതിനകത്ത് കഴിക്കാൻ നമുക്കൊരു സുഖമുള്ളതാണ്. അത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇതെല്ലാം രാജേഷ് ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പം മോദി കൂടി സഹായിച്ചാൽ എനിക്കൊരു 100ഓളം നഗരങ്ങളെ ക്ലാസിഫൈ ചെയ്തെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് വലിയ മാറ്റം. കാരണം ഈ നഗരത്തിലുണ്ടാവുന്ന മാറ്റം സ്വാഭാവികമായും ഇവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളെ സ്വാധീനം. ഒരു കാര്യം ഞാൻ പ്രാദേശികവാദം പറയുകയല്ല. സത്യം പറഞ്ഞാൽ കേരളം ഭരിച്ചിരുന്നവരാരും തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിമാർക്ക് ആക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട്. അക്കാര്യത്തിൽ തിരുവനന്തപുരംകാർ മുഖ്യമന്ത്രി അവസാനം മുഖ്യമന്ത്രിയായിരുന്നു പെട്ടെന്നാണുള്ള അത് ഞാൻ ഇല്ല. തിരുവനന്തപുരത്തുകാരില്ല ആ കൂട്ടത്തിൽ. അങ്ങനെ പ്രശ്നം അതിന് പ്രശ്നമുണ്ട്. മാത്രമല്ല പട്ടണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു തിരുവനന്തപുരം വികാരം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണെന്ന് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചിരുന്നു. അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ അദ്ദേഹം മൈ കോളേജ് എന്നേ പറയുള്ളായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയില്ല. അപ്പം അതുപോലെ ആ തിരുവനന്തപുരത്തോടുള്ള പക്ഷേ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെയായിരിക്കും. ഇന്നത്തെ കാലത്ത് പിന്നെ ഒരുപാട് വികസനം വന്ന കാലത്തുണ്ടല്ലോ ഈ മുഖ്യമന്ത്രി ആരും തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് സത്യം ഒരു വിഷമകരമായ കാര്യം തന്നെയാണ്. എന്തായാലും മോദിയുടെ വരവ് തിരുവനന്തപുരം അല്ലെങ്കിൽ ഇപ്പം മറ്റേ പുള്ളി ആ തമിഴ്നാട്ടിലെ ബിസിനസ്സുകാരുണ്ടല്ലോ, IT ഒരാൾ തിരുവനന്തപുരം ഏറ്റവും നല്ലൊരു നഗരം എന്ന് പറഞ്ഞു വികസനത്തിനായിട്ടുള്ള. പേര് ഞാൻ മറന്നുപോയി. തിരുവനന്തപുരമാണ് ജീവിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ സൗന്ദര്യം ആളുകൾക്ക് മനസ്സിലാവാത്ത ഈ ഒരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരത്ത് കമ്പാരിറ്റീവ്ലി ട്രാഫിക് കുറവാണ്. 7 കുന്നുകൾ, റോം കഴിഞ്ഞാൽ അടുത്ത 7 കുന്നുകളുള്ള നഗരമാണ് തിരുവനന്തപുരം. 7 കുന്നുകളുണ്ട് ചുറ്റും. അതൊന്ന് ഇടിച്ച് നിരപ്പായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 7 കുന്നുകളുടെ നഗരമാണ് തിരുവനന്തപുരം. അതെയോ? പിന്നെ പക്ഷേ നല്ല മരങ്ങളുണ്ട്, നല്ല വീതിയുള്ള വഴികളുണ്ട്, പഴയ കെട്ടിടങ്ങൾ, ഒരു പഴയ ഒരു മനോഹരമായ ഒരു ബീച്ചുണ്ട്, എയർപോർട്ടുണ്ട്, തുറമുഖമുണ്ട്, വികസിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീച്ചുള്ള ഇതേ തിരുവനന്തപുരത്ത് തൊട്ടപ്പുറത്തേക്ക് കഴിഞ്ഞാൽ പൊന്മുടി മലയുണ്ട്, തണുപ്പുള്ള സ്ഥലമുണ്ട്, ഊട്ടിയിൽ ഹൈ റേഞ്ചിലൊക്കെ സ്ഥലമുണ്ട്. ഒരു വികസനവും ടൂറും ഒക്കെ പ്ലാൻ ഇട്ടാൽ ഏറ്റവും സാധ്യതയുള്ള നഗരമാണ്. ആ സാധ്യത മുഴുവൻ ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അതുപോലെ ക്ഷേത്രങ്ങൾ ആറ്റുകാലൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ട്രാവൽ സർക്യൂട്ടൊക്കെ രൂപീകരിച്ചാണ്. അതൊരു നല്ല കാര്യമായിരിക്കും. എന്തായാലും തിരുവനന്തപുരത്തിലൂടെ BJP ലക്ഷ്യമിടുന്നത്, ഈ മോദിയുടെ സന്ദർശനം പോലും ലക്ഷ്യമിടുന്നത് കേരളം പിടിക്കാനുള്ള അവരുടെ സ്ട്രാറ്റജിയാണ്. ആ ശ്രമത്തിനുള്ള തുടക്കമാണ്. തലേദിവസം 2020 കൊണ്ടുവരുന്നു. ഇപ്പോഴിതാ മോദി വന്ന് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകി രാജേഷിനെ കെട്ടിപ്പിടിച്ചിട്ട് പോകുന്നു. കാത്തിരിക്കാം എന്താണ് മോദിയുടെ മനസ്സിലുള്ളത്, തിരുവനന്തപുരത്തിനും കേരളത്തിനും ബാക്കിയാവുന്നത് എന്ന് കാത്തിരിക്കാം. നമസ്കാരം.